നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് CPM ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നു. CPM അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷം വലുതായി രാഷ്ട്രീയം കളിക്കുന്നു. അവരുടെ നേതാവായ പിണറായി വിജയനെ എടുത്തു പൊക്കി തോളിൽ വെച്ചുകൊണ്ട് നടക്കുന്നു. പിണറായി ആയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ പിണറായി ആയിരുന്നെങ്കിൽ ഇതൊക്കെ കൃത്യമായി മാനേജ് ചെയ്തേനെ എന്ന് വേണ്ട സകല രീതിയിലും ഇവിടെ വലിയ ഒരു പ്രഖ്യാപനമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഇടതുപക്ഷക്കാർക്ക് കൊണ്ട് മാത്രമേ ഈ ക്രൈസിസ് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് അവർ സാമൂഹ്യ മാധ്യമങ്ങളടക്കം പ്രചരിപ്പിക്കുന്നു. ഈ രീതിയിലൊക്കെ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇങ്ങനെ അത് അസൂയാലുകൾക്ക് തോന്നുന്ന കാര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് അല്ലെങ്കിൽ 2018 പ്രളയ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണോ ഇവിടെ മാനേജ് ചെയ്ത് കൊണ്ടുപോയത്, അതിൻ്റെ ഏഴയിലത്തെത്താൻ ഇത്രയും അത്യന്താധുനിക സൗകര്യങ്ങൾ പോലും വളർന്നു നിൽക്കുന്ന 8 വർഷക്കാലത്തിന് ശേഷം പോലും ഇവിടുത്തെ സർക്കാർ പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഫെയിലുവറാണ് സർ എന്ന് പറയേണ്ടി വരും. അതിനകത്ത് യാതൊരു മടിയും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇവിടുത്തെ സംവിധാനങ്ങൾ തകർന്നിരിക്കുന്നു. ഇവിടെ കണക്കുകൾ നിരത്തിക്കൊണ്ട് 25 കോടിയുടെ നഷ്ടം പറഞ്ഞ സണ്ണി വക്കീലുണ്ട്. KSEBക്ക് 25 കോടി നഷ്ടം. എന്തിനാണ് ഇപ്പോഴേ കണക്ക് പറയുന്നത്? കണക്കുകൾ ഇനിയും വരാനുണ്ട്. ഇനിയും പലയിടങ്ങളിലും ഈ പറയുന്ന കണക്കുകൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. എവിടെയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള നഷ്ടം. 20-ലധികം 26 പേരാണ് സർ മരണപ്പെട്ടത്. അവരുടെ ജീവനും സത്യനും ഒന്നും യാതൊരു വിലയുമില്ലേ? അവരുടെ ജീവന് യാതൊരു വിലയുമില്ലേ? 25 കോടിയുടെ കണക്ക് ഇപ്പോൾ എടുത്ത് വാരി വിതറുന്നു. ആ ഇപ്പോഴാണോ പറയാൻ പറ്റിയ സമയം മിസ്റ്റർ സണ്ണി വക്കീൽ? ഇപ്പോഴായിരുന്നില്ല അത് പറയേണ്ടിയിരുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം ഇതെല്ലാം ഒന്ന് ഒതുങ്ങി ജനങ്ങളെല്ലാം ഒരു സാധാരണ ജീവിതത്തിലേക്ക് അവർ മടങ്ങി വരുന്നവരെ കാത്തിരിക്കാൻ എന്തുകൊണ്ട് സണ്ണി വക്കീലിന് കഴിഞ്ഞില്ല? അപ്പോൾ ഇപ്പോൾ പറയാൻ പാടില്ലാത്ത പലതും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊരു കണക്ക് CPMൻ്റെ ഭരണകാലത്ത്, അതായത് ഇടതുപക്ഷം നമ്മുടെ കേരളം ഭരിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നതേ ഇല്ല, അങ്ങനെ പറഞ്ഞിരുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് ജനജീവിതം സാധാരണഗതിയിലേക്ക് മടങ്ങി എത്തും വരെ അത് മിണ്ടിയിരുന്നില്ല. ഇപ്പോഴെന്താ സംഭവം? ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ഒരു വൃദ്ധ മാതാവ്, അവർ ആദ്യം വിജയനായിരുന്നു ഭേദമെന്ന് പറഞ്ഞു. അതിനുശേഷം പഞ്ചായത്തിൽ ജോലിയുള്ള അവരുടെ മകൾ ഒരു വീഡിയോ എടുത്ത് അങ്ങനെ പറഞ്ഞില്ല, എന്നെ കൊണ്ട് പറയിച്ചതാണ് ഒരു CPM നേതാവ് എന്ന് രണ്ടാമത് പറയിച്ചു. അതിനുശേഷം മറ്റൊരു മാധ്യമത്തിന് മുന്നിൽ ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ അക്കാലത്ത് കഴിയുമ്പോൾ ഓണം പോലെ ആയിരുന്നു, ചക്ക് നിറയെ ആ സാധനങ്ങളായിരുന്നു എന്ന് പറയുന്ന ആ വൃദ്ധമാതാവിനെ വീണ്ടും നമ്മൾ കാണുന്നു. 3 തവണ നമ്മൾ ആ വൃദ്ധമാതാവിൻ്റെ ബൈറ്റ് നമ്മൾ കേട്ടു. ഏറ്റവും ഒടുവിൽ ഒഥൻറ്റിക്കായി ആ അമ്മ പറഞ്ഞു വയ്ക്കുന്നു, അതായിരുന്നു ഭേദം എന്ന്. അപ്പോൾ ഇത് CPMകാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതല്ല. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ആ പാവപ്പെട്ട CPMകാരൻ്റെ തലയെ കൊണ്ട് ചാരി. നമുക്കറിയാം ഒരു ഓമനക്കുട്ട സഖാവിനെ. ആ സഖാവ് അവിടെ അടുത്ത് നിന്ന് വണ്ടിക്കൂലി, അതായത് അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എത്തിച്ച ഓട്ടോറിക്ഷയ്ക്ക് കൂലി കൊടുക്കാൻ കാശ് തികയാതെ വന്നപ്പോൾ അടുത്ത് നിന്ന് 10 രൂപ മേടിച്ചപ്പോൾ ആ മനുഷ്യനെ അവിടെ ഇട്ട് വാട്ടിയ ഒരാളാണ് ഇന്ന് UDFൻ്റെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA, അമ്പലപ്പുഴയിലുള്ള G. സുധാകരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അന്ന് 10 രൂപ എടുക്കാനില്ല ആ സഖാവിൻ്റെ കയ്യിൽ, ഓമനക്കുട്ട സഖാവിൻ്റെ കയ്യിൽ. എന്നിട്ട് ആ സഖാവിനെ വിരട്ടി. ഇനി മേലെ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ധാർഷ്ട്യം കലർന്ന ഭാഷയിൽ G. സുധാകരൻ വിരട്ടുന്ന നമ്മൾ കണ്ടതാണ്. ഇന്ന് എന്താണ് സർ അവസ്ഥ? ഇന്നിതാ പായിപ്പാട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവിടെ ഒരു ക്യാമ്പിൽ ഭക്ഷണമില്ല സർ. അവർക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല. ആലോചിച്ച് നോക്കിക്കോളൂ. കിടപ്പ് രോഗികളുണ്ട്, കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന രക്ഷിതാക്കളുണ്ട് അവിടെ. അവർക്ക് പോലും ഭക്ഷണം കിട്ടാനില്ല എന്ന് പറയുമ്പോൾ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. 150 പേരടങ്ങുന്നത് ചങ്ങനാശ്ശേരി ടൗൺ LPSലാണ് ഈ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. 150 പേരുണ്ട് അവിടെ കഴിയുന്നവർ. രാവിലെ ആഹാരം കിട്ടിയില്ല. എന്നിട്ട് ആഹാരം കിട്ടാതെ വന്നപ്പോൾ അവർ പറഞ്ഞെന്താ, ഉച്ചയ്ക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, തൊട്ടടുത്തുള്ള ക്യാമ്പിൽ പോയി ഭക്ഷണം കഴിക്കൂ, നിർദ്ദേശം കൊടുത്തു. ഇതെന്താണ് സർ? വെള്ളരിക്ക പട്ടണമോ? ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയിരിക്കുന്ന കിടപ്പ് രോഗികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, തീരെ പ്രായമായവരുണ്ട്. ഇവർക്കൊക്കെയുള്ള ആഹാരം അവർ ഈ 150 പേർ അവിടെ ക്യാമ്പിൽ കഴിയുന്ന 150 പേർ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി നിന്നുകൊണ്ട് കഴിക്കണം. ഇതാണ് കൊടുത്ത നിർദ്ദേശം. ഇവിടെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അത് ചോദ്യം ചെയ്യാൻ ചെയ്യുന്നവരെ ചങ്ങനാശ്ശേരി MLAയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കയ്യേറ്റം ചെയ്യാൻ തുടങ്ങുന്നു. തങ്ങളാണ് ശരി, ഞങ്ങൾ പറയുന്നത് കേൾക്കണം, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘമായി അവിടുത്തെ നേതൃത്വം, കോൺഗ്രസിൻ്റെ നേതൃത്വം മാറുന്നേ. ഇതാണോ ഈ അറേഞ്ച്മെൻറ്റ്സ്? ഇങ്ങനെയൊക്കെ പറ്റൂ. കാരണം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി
ഇല്ലാത്ത ഒരു ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടി ഈ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് എറണാകുളത്തേക്ക് പറന്നു. കോഴിക്കോട് പോയിട്ട് കോഴിക്കോടുള്ള ഒരു കോഫി ഷോപ്പിൻ്റെ ഉദ്ഘാടനം നടത്തി. തിരിച്ചു വരും വഴിയിൽ എറണാകുളത്ത് അവിടെ പൊന്നാനിയിൽ പോയി ഭക്ഷണം കഴിച്ചു. ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി മൃഷ്ടാന്ന ഭോജനം ഭക്ഷണം. എന്നിട്ട് ഏറ്റവും ഒടുവിൽ മാധ്യമപ്രവർത്തകർ അത് ചോദിച്ചപ്പോൾ അയ്യോ ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ പുച്ഛിച്ച് തള്ളി. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? അവിടെ കോഴിക്കോടുള്ള കോഫി ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നാൽ നിങ്ങൾ ഇവിടെ വന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കൂ എന്നൊരു മാധ്യമപ്രവർത്തകനെ നേരെ ആക്രോശിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കണ്ടു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ സ്ഥാനമാണ് ഒരു മുഖ്യമന്ത്രിക്കുള്ളത്. ആ മുഖ്യമന്ത്രിയുടെ കാര്യമോ? നമ്മുടെ സംസ്ഥാനം ഈ പ്രളയം എടുത്തുകൊണ്ട് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന വേളയിൽ കനത്ത മഴ വരുന്നു. അവിടെ യഥാവിധി അവിടെയുള്ള ആളുകളിലേക്ക് കാലാവസ്ഥ റിപ്പോർട്ട് നൽകാൻ മറന്നുപോയി. പിടിപ്പുകേടുണ്ടായി. ആ പിടിപ്പുകേടിൻ്റെ ഭാഗമായി 26 പേരുടെ ജീവനാണ് നമുക്ക് കൊടുക്കേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം മുതലപ്പൊഴിയിൽ ഒരു കുഞ്ഞവിടെ നിന്ന് കരഞ്ഞു വിളിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ, സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ വേദന. ഒരു പെൺകുട്ടിയാണ്, അവിടെ നിന്നിട്ട് കരയുന്നുണ്ടായിരുന്നു. ഉച്ചത്തിൽ വിളിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്തു? അല്ലേ, ഇൻക്വസ്റ്റ് നടപടി നടത്താൻ വേണ്ടി മാത്രമാണോ കോസ്റ്റ് ഗാർഡ് എന്നുള്ള ഒരു ചോദ്യം ഉയർത്തുന്നു. ഇവിടെ പ്രധാനമന്ത്രിയും അതോടൊപ്പം ഇവിടുത്തെ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ കറങ്ങിയടിച്ച് നടക്കുന്ന സമയത്തും 5 ദിവസമായി ഒരാളെ കടലിൽ കാണാതായിട്ട്. എന്തായി തെരച്ചിൽ? ഒടുവിൽ മൃതദേഹം കണ്ടു കിട്ടിക്കഴിയുമ്പോൾ ഇൻക്വസ്റ്റ് നടപടിക്ക് വേണ്ടിയിട്ട് മാത്രമാണോ കോസ്റ്റ് ഗാർഡിന് ശമ്പളം കൊടുക്കുന്നത്? നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന നികുതി പണം ഉപയോഗിച്ചല്ലേ അവർക്ക് ശമ്പളം കൊടുക്കുന്നത്? നമുക്ക് വേണ്ടി അവരെന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം ആ പെൺകുട്ടി ഉയർത്തുന്നുണ്ട്. നമ്മുടെ മനസാക്ഷിക്ക് നേരെയാണ് ആ ചോദ്യം വരുന്നത്. എന്നിട്ടും പ്രതികരിക്കാതിരിക്കുകയാണ് നമ്മുടെ സംവിധാനം. അതാണ് പറഞ്ഞത്, നമ്മുടെ സംവിധാനം എന്ന് പറഞ്ഞാൽ അപ്പാടെ തകർന്നു കഴിഞ്ഞിരിക്കുന്നു. സിസ്റ്റം ഫെയിലുവർ ആയി കഴിഞ്ഞിരിക്കുന്നു. ചോദ്യം ചോദിക്കുന്നവൻ്റെ നേരെ അവരെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ക്യാമറ വെച്ചിട്ട് കാര്യമില്ലെന്നേ. അവർ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. മാധ്യമപ്രവർത്തകരുടെ ജോലി അതാണ്. നിങ്ങൾ ആ ചോദ്യമല്ല വേറെ ചോദ്യം ചോദിക്കൂ എന്ന് മുഖ്യമന്ത്രിയുടെ തരത്തിന് ഇഷ്ടമനുസരിച്ച് ചോദ്യം ചോദിക്കാനുള്ളവരല്ല മാധ്യമപ്രവർത്തകർ. അറിയണം ആരായിരുന്നു ആ ഇൻവെസ്റ്റേഴ്സ്. ഇത്ര ധൃതി പിടിച്ചുകൊണ്ട് ഇവിടുന്ന് സ്വന്തം വകുപ്പിൽപ്പെട്ടവരെ പോലും അറിയിക്കാതെ, സ്വന്തം ഉദ്യോഗസ്ഥരെ പോലും അറിയിക്കാതെ, ഒരു വ്യവസായ വകുപ്പ് പോലും അറിയാതെ ഒരു വൈകുന്നേരം ഹെലികോപ്റ്റർ എടുത്ത് പറന്ന് എറണാകുളത്ത് പോയി കാണാൻ മാത്രം പ്രാധാന്യമുള്ള ഏത് ഇൻവെസ്റ്റർ ആയിരുന്നു നമ്മുടെ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വന്നത്? അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ഇത്രയ്ക്ക് നിഷ്ഠൂരമായി പെരുമാറുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയ്ക്ക് കെയർലെസ്സായി ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുമ്പോൾ ഇവിടുത്തെ സംവിധാനം അപ്പാടെ തകർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ എങ്ങനെയാണ് സർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഭക്ഷണം എത്തിക്കുക? ഇന്ന് വന്നിരുന്നുകൊണ്ട് വലിയ വായിലെ നീട്ടം പറഞ്ഞല്ലോ. ഇന്ന് വന്നിരുന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ 10,000 രൂപ കൊടുക്കും. എന്തിന്? വീട് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട്. നല്ല കാര്യം, കൊടുത്തോളൂ. വെറുതെ വെള്ളം കയറിയവർക്ക് പോലും പണം കൊടുക്കും. അവിടെ റാന്നി അടക്കമുള്ള മേഖലകളിൽ അവിടെ വെള്ളം കയറിപ്പോയ വ്യവസായികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ചെറിയ നഷ്ടപരിഹാരം എന്നുള്ള നിലയിൽ 10,000 രൂപ കൊടുക്കും. സമ്മതിച്ചു. ഇതൊക്കെ അംഗീകരിച്ചു വരുന്നു. അവരുടെ അക്കൗണ്ടിലേക്ക് എത്തി തുടങ്ങും. അവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായി കണക്കെടുത്തുകൊണ്ട് ആർക്കൊക്കെ അത് ലഭിക്കും എന്നുള്ളതിന് ഉറപ്പ് വരുത്തിക്കൊണ്ട് പണം എത്തിച്ചു കൊടുക്കും. സംഭവം ശരിയാണ്. സംഭവം സത്യമായിരിക്കാം, അല്ലായിരിക്കാം, നമുക്കറിയില്ല. പിന്നെ സർക്കാർ പറയുന്നതാണ് എന്ന് പൊതുജനം വിശ്വസിക്കും. ഓക്കെ, അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അത് മാത്രം മതിയോ സർ? ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ അടുത്തേക്ക് ചെല്ലാൻ, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ, അവരുടെ വീടുകൾ അവർ മാത്രം വിചാരിച്ചാൽ വൃത്തിയാക്കാൻ കഴിയുമോ സർ? അതിനുവേണ്ടി എത്ര പേര് ഇറങ്ങും? അതിനെക്കുറിച്ച് സർ നമ്മുടെ മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ? പക്ഷേ നമുക്ക് വേറൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രി അതിനെന്താ നമ്മൾ ഒരുമിച്ച് ഇറങ്ങുകയല്ലേ എന്ന് ആർജവത്തോടെ കൂടി ഈ പൊതുജനതയോട് ചോദിക്കാൻ ധൈര്യം കാട്ടിയ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. യഥാർത്ഥ ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്താണ് എന്ന് ശരിക്കും പിണറായി വിജയനിൽ നിന്ന് പഠിക്കണം ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന നമ്മുടെ പുതിയ മുഖ്യമന്ത്രി. ചിരിച്ചു കാണിച്ചതുകൊണ്ട് കാര്യമില്ല. ഉള്ളിലുള്ള ദേഷ്യം ഇത് പുറത്തേക്ക് കാണിക്കുന്നത് ചിരിയിലൂടെയും പുച്ഛത്തിലൂടെയും കാണിച്ചിട്ട് കാര്യമില്ല. ഉള്ളിലുള്ള ദേഷ്യം പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിക്കണം. അവിടെ പോയതുകൊണ്ട് അവിടെ നമുക്കറിയാം ജനീഷ് കുമാർ. ആ ജനീഷ് കുമാർ പറഞ്ഞ എന്താ? അദ്ദേഹത്തിനെ അറിയിച്ചില്ല. അതേ ഒരു MLA ആണെന്നേ. അവിടെ രാഷ്ട്രീയം കലർത്തിയത് ആരാണ്? അതേ ഒരു MLA ആണ്. ആ MLA ഒന്ന് കാണാൻ ഒരു അവലോകന യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ MLA ക്ഷണിച്ചില്ല. കോന്നി പോലെയുള്ളൊരു സ്ഥലത്ത് അത്രയും ഏകദേശം ഏക്കർ കണക്കിന് ഭൂമി അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ പോലും ആ MLA ഒന്ന് കാണാനുള്ള മനസാക്ഷി പോലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായില്ല. അല്ലെങ്കിൽ ആ പ്രദേശം ഒന്ന് സന്ദർശിക്കാൻ പോലുമുള്ള മനസാക്ഷി ഉണ്ടായില്ല. റാന്നിയിൽ ആകെ 2 മിനിറ്റ് മാത്രമാണ് ആ ദുരിതം നടന്ന സ്ഥലം ഒന്ന് കാണുന്നത്. ആയിക്കോട്ടെ, കണ്ടുപോയി, കുഴപ്പമില്ല.
പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി അവരുടെ ദുഃഖങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായും അവർക്ക് വേണ്ടത് എത്തിച്ചു കൊടുക്കാനും അവർക്ക് വേണ്ട സംവിധാനം ഒരുക്കാനും അതത് ഇപ്പോൾ ഓരോ ജില്ലയിൽ PC വിഷ്ണുനാഥിനെ പോലുള്ള ഒരാളല്ലേ പത്തനംതിട്ട ജില്ലയുടെ കാര്യം നോക്കുന്നത്. എന്തുകൊണ്ടാണ് നടക്കാതെ പോയത്? എന്തുകൊണ്ടാണ് പായിപ്പാട് ഗ്രാമത്തിൽ നിന്ന് ഇവിടെ വന്നിട്ട് ചങ്ങനാശ്ശേരി ടൗൺ LPS താമസിക്കുന്ന അവിടുത്തെ ആൾക്കാർക്ക് ഭക്ഷണം ഇതുവരെ കിട്ടാതെ പോയത്? ഇതൊക്കെ ആരാണ് അന്വേഷിക്കേണ്ടത്? അതിന് ചുമതലയുള്ളവർ അന്വേഷിക്കണ്ടേ? അന്വേഷിച്ചോ? ഇല്ല. അതിൻ്റെ പരിണിത ഫലമാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് നമുക്ക് സധൈര്യം വിളിച്ച് പറയാൻ കഴിയും, ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം തകർന്നിരിക്കുന്നു, അപ്പാടെ തകർന്നിരിക്കുന്നു. അല്ലാതെ ഇടതുപക്ഷം നടത്തുന്ന വ്യാജ പ്രചരണങ്ങളല്ല ഇതൊക്കെയും എന്ന് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള മന്ത്രിമാർക്കോ കഴിയണം. കഴിഞ്ഞ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മണ്ണ് നീക്കിയില്ല, സർക്കാരിനെ കുറ്റം പറയുകയാണ്. ആ മണ്ണ് നീക്കാതിരിക്കാൻ അന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അദ്ദേഹം എടുത്ത ചില എഫർട്ടുകളുണ്ട്. സമരവുമായി ഇറങ്ങിയില്ലേ? അന്ന് ഹെലികോപ്റ്റർ പിണറായി വിജയൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ആ ഹെലികോപ്റ്റർ യാത്രക്കിടയിൽ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു അല്ലേ? അന്ന് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസ് മേധാവി ഉണ്ടായിരുന്നു അന്ന്, ലോക്നാഥ് ബെഹ്റ IAS, അദ്ദേഹം ഉണ്ടായിരുന്നു ആ ഹെലികോപ്റ്ററിനകത്ത്. ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ട ഒരു ദുരന്തകാലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്ത് അമ്മായിയച്ഛനെ കാണാൻ പോകുന്നത്, ഒരു ജ്വല്ലറി ഷോപ്പിൻ്റെ ഉദ്ഘാടനം നടത്താൻ പോകുന്നത്, കോഴിക്കോടുള്ള ഒരു കോഫി ഷോപ്പിൻ്റെ ഉദ്ഘാടനം നടത്താൻ പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും തോന്നും, ഇങ്ങനെയാണോ ഒരു ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ പ്രവർത്തിക്കേണ്ടത് എന്ന്? നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, തെറ്റില്ല, ഭക്ഷണം കഴിക്കാം, അതൊന്നും ഒരു തെറ്റേയല്ല. പക്ഷേ ആ കഴിച്ചതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പുച്ഛം കലർന്ന ഭാവത്തിൽ ഈ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഈ ജനങ്ങളെ മുഴുവൻ നിങ്ങൾ പുച്ഛിച്ച് തള്ളുന്നതിന് തുല്യമാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.